Dear students, welcome back. Today we are going to discuss the projection of lines. Different types of lines ഉണ്ട്. Vertical line, which is parallel to vertical plane. Line parallel to both horizontal plane and vertical plane. Line inclined to horizontal plane and parallel to vertical plane. Line inclined to vertical plane, parallel to horizontal plane. Line inclined to both horizontal plane and vertical plane എന്നിങ്ങനെ. ഫസ്റ്റ് ക്വാഡ്രന്റിലുള്ള ലൈൻ AB, which is parallel to vertical plane and perpendicular to horizontal plane. The position will be like this. അതിൻ്റെ ഫ്രണ്ട് വ്യൂ A', B' വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. പ്ലാൻ AB ഒരു ഡോട്ട് ആയിട്ട് ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ലഭ്യമാകും. ഇനി ഒരു ലൈൻ പാരലൽ ടു horizontal plane and vertical plane. ഫ്രണ്ട് സൈഡിൽ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് എലിവേഷൻ A', B' വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് ലഭിക്കുന്നു. താഴെ മുകളിൽ നിന്ന് നോക്കുന്ന വ്യൂ AB പ്ലാൻ ലഭ്യമാകുന്നു. ഈ ലൈനുകളുടെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ എങ്ങനെയാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ ആദ്യത്തെ ലൈൻ പെർപെൻഡിക്കുലർ ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആണ്. ഫ്രണ്ട് വ്യൂ പെർപെൻഡിക്കുലർ ലൈൻ നമുക്ക് കിട്ടിയത് വെർട്ടിക്കൽ പ്ലെയിനിലാണ്. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ XY എന്ന റെഫറൻസ് ലൈൻ നമുക്കറിയാം വെർട്ടിക്കൽ പ്ലെയിൻ്റെയും ഹൊറിസോണ്ടൽ പ്ലെയിൻ്റെയും ഇൻ്റർസെക്റ്റിംഗ് ലൈനാണ്. ഈ XY ലൈൻ റെഫറൻസായിട്ട് എടുത്താൽ അതിന് മുകൾ ഭാഗത്ത് വെർട്ടിക്കൽ പ്ലെയിനും ചുവടെ ഹൊറിസോണ്ടൽ പ്ലെയിനും മാർക്ക് ചെയ്യാം. വെർട്ടിക്കൽ പ്ലെയിനിൽ ലഭിച്ച വെർട്ടിക്കൽ ലൈൻ A', B' അതുപോലെ തന്നെ നമുക്കിവിടെ കോപ്പി ചെയ്യാൻ പറ്റും എബോവ് XY ലൈൻ. എന്നാൽ ഹൊറിസോണ്ടൽ പ്ലെയിൻ 90 ഡിഗ്രി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു പ്ലെയിനിലാണ്. ഈ പ്ലെയിൻ താഴേക്ക് റൊട്ടേറ്റ് ചെയ്ത് വെർട്ടിക്കൽ പ്ലെയിനിന് ചുവടെ കൊണ്ടുവന്നതിന് ശേഷമുള്ള ചിത്രമാണ് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ കിട്ടുക. അതുകൊണ്ട് തന്നെ XY ലൈനിന് മുകളിൽ വെർട്ടിക്കൽ പ്ലെയിനും XY ലൈനിന് ചുവടെ ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടിയ പ്ലാൻ AB എന്ന ഡോട്ട് നമുക്കിവിടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ തന്നെ XY ലൈനിന് ചുവടെ കാണാൻ കഴിയും. ഇനി രണ്ടാമത്തെ കേസ് ലൈൻ AB പാരലൽ ടു ബോത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇവിടെ വെർട്ടിക്കൽ പ്ലെയിനിൽ A', B' എന്ന എലിവേഷൻ നമുക്ക് കിട്ടി. അതുപോലെ തന്നെ നമുക്ക് വെർട്ടിക്കൽ പ്ലെയിനിൽ പ്ലോട്ട് ചെയ്യാൻ പറ്റും. XY ലൈനിൻ്റെ ചുവടെ ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടിയ AB എന്ന ടോപ്പ് വ്യൂ താഴേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ XY ലൈനിന് ചുവടെ നമുക്ക് ആ വ്യൂ ലഭ്യമാകുന്നു. ലൈൻ AB inclined at an angle theta with horizontal plane and it is parallel to vertical plane. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് എലിവേഷൻ A', B', എ ലൈൻ inclined at an angle theta വെർട്ടിക്കൽ പ്ലെയിനിലേക്ക് കിട്ടുന്നു. മുകളിൽ നോക്കുന്ന ഒബ്സർവർക്ക് പ്ലാൻ അഥവാ ടോപ്പ് വ്യൂ AB ഒരു പാരലൽ ലൈനായിട്ട് കിട്ടുന്നു, പാരലൽ ടു വെർട്ടിക്കൽ പ്ലെയിൻ. ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ XY എന്ന റെഫറൻസ് ലൈൻ ഷീറ്റ് ഓഫ് പേപ്പറിൻ്റെ മിഡ് പോയിന്റിൽ നമ്മൾ വരയ്ക്കുന്നു. XY ലൈനിൻ്റെ മുകളിൽ വെർട്ടിക്കൽ പ്ലെയിനും ചുവടെ ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടിയ A', B'
അതുപോലെ നമുക്ക് എക്സ് വൈ റെഫറൻസ് ലൈനിന് മുകളിൽ പ്ലോട്ട് ചെയ്യാം. റൊട്ടേറ്റ് ചെയ്ത അല്ലെങ്കിൽ 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത ഹൊറിസോണ്ടൽ പ്ലെയിൻ വെർട്ടിക്കൽ പ്ലെയിനിന് ചുവടെ വരുമ്പോൾ എ ബി എന്ന പ്ലാൻ എക്സ് വൈ ലൈനിന് ചുവടെ പോകും. ഇവിടെ എ ബി എന്ന ലൈൻ റെഫറൻസ് ലൈൻ എക്സ് വൈക്ക് പാരലായ ഒരു ലൈനായി ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിൽ നമുക്ക് കിട്ടുന്നു. A line inclined to VP and parallel to horizontal plane. ഇവിടെ line is inclined at an angle phi with vertical plane and parallel to horizontal plane. മുകളിൽ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് എ ബിയുടെ പ്ലാൻ സ്മാൾ ലെറ്റർ എ ബി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ വിസിബിൾ ആകുന്നു. ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് എ ഡാഷ് ബി ഡാഷ് ഫ്രണ്ട് വ്യൂ അഥവാ എലിവേഷൻ വെർട്ടിക്കൽ പ്ലെയിനിൽ ലഭ്യമാകുന്നു. ഇനി ഇതിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷൻ വരച്ചാൽ റെഫറൻസ് ലൈൻ എക്സ് വൈക്ക് മുകളിൽ വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടിയ എ ഡാഷ് ബി ഡാഷ് എന്ന പാരലൽ ലൈൻ പ്ലോട്ട് ചെയ്യാം. എ ഡാഷിന് നേരെ ചുവടെ എ നമുക്ക് മാർക്ക് ചെയ്യാം. ബി ഡാഷിന് നേരെ ചുവടെ ബി നമുക്ക് മാർക്ക് ചെയ്യാം. ഹൊറിസോണ്ടൽ പ്ലെയിനിൽ കിട്ടിയ ഇമേജ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലും പ്ലോട്ട് ചെയ്യാൻ കഴിയും. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ലൈൻ പ്രൊജക്റ്റ് ചെയ്യപ്പെടുന്ന പ്ലെയിനിന് പാരലലാണെങ്കിൽ ആ പ്ലെയിനിൽ കിട്ടുന്ന ഇമേജ് ഇവിടെ എ ബി എന്ന ലൈൻ ഹൊറിസോണ്ടൽ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എ ബി എന്ന പ്ലാനാണ് കിട്ടുക. ഇവിടെ പ്ലാൻ എ ബിയുടെ നീളം ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ എ ബി ആയിരിക്കും. എന്നാൽ ഈ എ ബി എന്ന ലൈൻ വെർട്ടിക്കൽ പ്ലെയിനിന് അറ്റ് ആൻ ആംഗിൾ ഫൈ ഇൻക്ലൈൻഡ് ആണ്. അപ്പോൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് എ ബിയുടെ ഫ്രണ്ട് വ്യൂ ആയ എ ഡാഷ് ബി ഡാഷ് വെർട്ടിക്കൽ പ്ലെയിനിൽ ലഭിക്കുമ്പോൾ അതിൻ്റെ നീളം കുറയുന്നതായി കാണാം. എ ഡാഷ് ബി ഡാഷിൻ്റെ നീളം എ ബിയുടെ നീളത്തേക്കാൾ കുറവായിരിക്കും. ഇങ്ങനെ ലഭിക്കുന്ന ഡയമെൻഷനെ നമ്മൾ അപ്പാരൻറ്റ് ഡയമെൻഷൻ ഓർ അപ്പാരൻറ്റ് ലെങ്ത് എന്ന് പറയുന്നു. ലൈൻ എ ബി ഇൻക്ലൈൻഡ് ടു ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ. ഇവിടെ ഫ്രണ്ടിൽ നിന്ന് നോക്കുന്ന ഒബ്സർവർക്ക് എ ഡാഷ് ബി ഡാഷ് വെർട്ടിക്കൽ പ്ലെയിനിൽ കിട്ടുന്നു അറ്റ് ആൻ ആംഗിൾ ആൽഫ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ. ആൻഡ് മുകളിൽ നോക്കുന്ന ഒബ്സർവർക്ക് എ ബി ഹൊറിസോണ്ടൽ പ്ലെയിനിൽ ലഭ്യമാകുന്നു അറ്റ് ആൻ ആംഗിൾ ബീറ്റ വിത്ത് വെർട്ടിക്കൽ പ്ലെയിൻ. ലൈൻ എ ബി ഇൻക്ലൈൻ ടു ബോത്ത് ദി പ്ലെയിൻ ആയതുകൊണ്ട് അപ്പാരൻ്റ് ലെങ്ത് ആണ് എ ഡാഷ് ബി ഡാഷിനും എ ബിക്കും ഉള്ളതെന്ന് കാണാം. അതുപോലെ ഇൻക്ലിനേഷൻ ആൽഫയും ബീറ്റയും അപ്പാരൻ്റ് ഇൻക്ലിനേഷൻസ് ആണ്. ഇനി ഇതിൻ്റെ ഓർത്തോഗ്രാഫിക് പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ ഒരു പീസ് ഓഫ് പേപ്പറിൽ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്താൽ എക്സ് വൈ ലൈനിന് മുകളിൽ വെർട്ടിക്കൽ പ്ലെയിനും ചുവടെ ഹൊറിസോണ്ടൽ പ്ലെയിനുമാണ്. വെർട്ടിക്കൽ പ്ലെയിൻ ലഭ്യമായ എലിവേഷൻ എ ഡാഷ് ബി ഡാഷ് അതുപോലെ നമുക്ക് എക്സ് വൈ ലൈനിന് മുകളിൽ പ്ലോട്ട് ചെയ്യാം. എ ഡാഷിൽ നിന്നും വെർട്ടിക്കൽ പ്രൊജക്ടർ താഴേക്ക് വരയ്ക്കുക, ബി ഡാഷിൽ നിന്നും വെർട്ടിക്കൽ പ്രൊജക്ടർ താഴേക്ക് വരയ്ക്കുക. എ ബി എന്നീ പോയിന്റുകൾ വെർട്ടിക്കൽ പ്ലെയിനിൽ നിന്നും എത്രമാത്രം മുന്നിലാണോ അതേ ഡിസ്റ്റൻസ് നമുക്കിവിടെ മാർക്ക് ചെയ്യാം, ബിലോ എക്സ് വൈ ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ എ ബി എന്ന പ്ലാൻ നമുക്ക് ലഭ്യമാകുന്നു. ഇവിടെ എ ഡാഷ് ബി ഡാഷും എ ബിയും റെഡ്യൂസ്ഡ് ലെങ്ത് ആണ്, അല്ലെങ്കിൽ അപ്പാരൻറ്റ് ലെങ്ത് ആണ്. ട്രൂ ലെങ്ത് നമുക്ക് ലഭ്യമല്ല. ഇനി ഒരു ലൈൻ
inclined to both the plane ആണെങ്കിൽ അതിൻ്റെ ട്രൂ ലെങ്ത് ആൻഡ് ട്രൂ ഇൻക്ലിനേഷൻ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ ആൻഡ് വെർട്ടിക്കൽ പ്ലെയിൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന് നോക്കാം. ഇവിടെ എ ബി എന്ന് പറയുന്ന പ്ലാൻ ഇൻക്ലൈൻ ടു എക്സ് വൈ ലൈൻ ഓർ വി പി ആയതുകൊണ്ടാണ് എലിവേഷനിൽ ട്രൂ ലെങ്ത് നമുക്ക് കിട്ടാത്തത്. എ ബി എന്ന പ്ലാനിനെ റൊട്ടേറ്റ് ചെയ്ത് എൻ പോയിന്റിനെ മുകളിലേക്ക് പ്രൊജക്റ്റ് ചെയ്താൽ ഇവിടെ കിട്ടുന്ന ഇൻ്റർസെക്റ്റിംഗ് പോയിന്റ് എ ഡാഷുമായി ജോയിൻ ചെയ്താൽ നമുക്ക് ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ കിട്ടും. Inclination of this line AB with horizontal plane theta also can be measured from this line. ഇനി ട്രൂ ലെങ്ത് ഓഫ് ദി ലൈൻ നമുക്ക് അവൈലബിൾ ആണെങ്കിൽ പ്രൊജക്ഷനിലേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് നോക്കാം. ആക്ച്വൽ ഇൻക്ലിനേഷൻ ഓഫ് ദി ലൈൻ വിത്ത് ഹൊറിസോണ്ടൽ പ്ലെയിൻ തീറ്റ മാർക്ക് ചെയ്യുക. ട്രൂ ലെങ്ത് അവൈലബിൾ ആണ്, അത് മാർക്ക് ചെയ്യുക. End of the true length line we can mark the locus line. This line is known as locus line of B dash. Similarly, if we are drawing the locus line here, it is known as locus line of B. Now this AB1 represents the true length line. We can draw the locus line. From here we can draw the upward projector. Then we can rotate this length, the length of elevation. So we can rotate it, get the intersecting point B dash and join A dash B dash. That will be the elevation or front view of the line AB. A dash and A will be on the same vertical projector. Similarly, B dash and B will be on the same vertical projector. Intersecting point of this downward projector with this locus line represents point B. Ini true length line A dash B1 dash is available here. We can drop it down, get the plan length at this intersecting point and rotate that one. Then also we will get the same point B on the locus line. Now we can join AB to get the plan or top view of the line. Now the inclination of this plan or top view with vertical plane is called apparent inclination beta, and the inclination of this true length line AB1 with XY line is phi. That is, inclination of line with vertical plane is commonly represented with phi, and the corresponding apparent inclination is beta, whereas the inclination of line with horizontal plane is theta and corresponding apparent inclination is alpha. Now we can conclude by combining all these points together. True length is A dash B1 dash in the elevation side and A B1 in the plan side. Angle of true length line with horizontal plane is theta, and angle of the line with vertical plane is phi. Angle of top view with vertical plane is beta, whereas inclination of front view with horizontal plane is alpha. Length of front view component is obtained from A1 and length of top view component is obtained from A dash 1 dash.
note these points. Theta and alpha are constructed with A dash, while phi and beta are constructed with A or plan. B dash and B1 dash are on the same locus line, whereas B and B1 are on the same locus line. Also, you have to remember that the true length line A dash B1 dash or A B1 is not rotated. It is dropped down and bringing it to the level of A, and then it is rotated. Here in the opposite direction, the true length line AB1 is projected in the upward direction, and then it is rotated to get the elevation. These views are always rotated first, and then it is projected down to get the true length. Here the plan side, the view AB is rotated like this, and then we can project it upward to get the point B1 dash. Line AB is 75 millimeter long, and it is 30 degree and 40 degree inclined to horizontal plane and vertical plane respectively. And A is 12 millimeter above horizontal plane and 10 millimeter in front of VP. Draw the projections. Line is in the first quadrant. Here we can start from XY line, the reference line. At a convenient location, we can mark the vertical projector. Then the position of point A is given. A is 12 millimeter above horizontal plane. So mark point A dash 12 millimeter above XY line. That is, the distance of a point from horizontal plane means that is the location of the elevation. So point A dash is located above XY line, 12 millimeter above horizontal plane, and A is located 10 millimeter in front of VP. In front of VP means below XY line. The true length of the line is given. A dash B1 dash is the true length. Inclination of the line with horizontal plane is 40 degree. We can draw the A dash B1 dash line. And in the plan side, we can draw the true length line at an inclination 30 degree with the vertical plane. 30 degree with vertical plane means 30 degree, the plan is 30 degree inclined with the reference line XY. Now through the ends we can mark these locus lines. Now the true length line is projected upward. Now this A dash to this point is the length of elevation. So we can rotate this line and get the intersecting point on the locus line. Now that will be the point B dash. Join A dash B dash for getting the front view or elevation. The intersecting point of the downward projector with the locus line will represent the point B. Now we can join A, B like this. Problem number 2. Line AB 75 millimeter long makes 45 degree inclination with vertical plane, while its front view makes 55 degree, and A is 10 millimeter above horizontal plane and 15 millimeter in front of vertical plane. If line is in first quadrant, draw its projections and find its inclination with horizontal plane. Here the data given are true length of the line is given as 75 millimeter. Inclination with VP phi is given, and inclination of front view, that is alpha is given as 55 degree,
and location of point A is given as 10 millimeter above horizontal plane and 15 millimeter in front of VP. You are asked to draw the projections of the line. First of all, start from XY line. Draw the vertical projector at a convenient position. On that we can mark the point A dash 10 millimeter above horizontal plane and 15 millimeter in front of vertical plane. Now, the inclination of the line with vertical plane is given as 45 degree. True length of the line is given as 75 millimeter. So, from point A, you can draw a 45 degree inclined line with 75 millimeter length and get the point end point B1. Now we can draw the front view A dash B dash at an angle alpha given as 55 degree. Now we can project the end point of the true length line B1 in the upward direction. This A1 represents the length of front view. So this length can be copied and rotated in the upward direction. We will get the point B dash. A dash B dash will be the front view. Now we can draw the locus line at B dash, drop it down to get the point B. Now AB will be the plan and A dash B dash is the elevation. We are also asked to find its true inclination with the horizontal plane. For that, we have to find out theta here. For getting theta, you have to mark the true length line on this elevation side. Take the true length dimension in your compass, A dash as center, cut an arc on this locus line on the elevation side. Now this line represents the true length and the inclination of this line with horizontal plane will be the inclination theta with horizontal plane. Now another problem. Front view of line AB is 50 degree inclined to XY and measures 55 millimeter long, while its top view is 60 degree inclined to XY line. If end A is 10 millimeter above horizontal plane and 15 millimeter in front of VP, draw its projections, find true length, inclinations of the line with horizontal plane and vertical plane. Here we have the front view of line AB is 50 degree inclined to XY, means alpha 50 degree is given and the length of elevation is given as 55 millimeter. Inclination of top view or plan is given as 60 degree, that is beta is 60 degree, and the location of A 10 millimeter above horizontal plane, means A dash is 10 millimeter above XY line and 15 millimeter in front of VP, means A is 15 millimeter below XY line. Now we move on to the solution. Draw the XY line first. At any convenient location we can draw the vertical projector. A dash is located 10 millimeter above XY line and A is located 15 millimeter below XY line. In question, alpha is given 50 degree. So at 50 degree we can mark a line with 55 millimeter length.
and we will get B dash at the end of the line. Draw the locus line through B dash. Drop the end projector through B dash. Another data given is the inclination of top view, that is beta is given. So, and draw a line at 60 degree from A. Now we will get the point B. So the plan and elevation are obtained. You are also asked to find out the true length and true inclinations. Here we have alpha and beta corresponding true inclinations, theta and phi you have to find out. For that we know we have to rotate the views and project it up or down to get the true length. So I am rotating the front view, making it horizontal, dropping it down. You will get the intersecting point on this locus line of B. Now B1A represents the true length, and the same dimension you can take and cut an arc on the locus line in the elevation side, and the corresponding inclinations we will get theta here and phi here. Now next question is, a line AB 75 millimeter long is. Now next question is, line AB is 75 millimeter long. Its front view and top view measures 50 millimeter and 60 millimeter long respectively. And A is 10 millimeter above horizontal plane and 15 millimeter in front of vertical plane. Draw projections of the line AB. If end B is in first quadrant, find angle with horizontal plane and vertical plane. You are asked to find the angle with horizontal plane and vertical plane, that is theta and phi. Start from XY line. The data given are the true length of line AB, length of elevation and length of plan, that is A dash, B dash and AB are given. Position of A is given. A dash is 10 millimeter above XY line and 15 millimeter in front of VP means A is 15 millimeter below XY line. Okay. Now start from XY line. At any convenient location we can draw the vertical projector. Locate the point A dash 10 millimeter above XY line and A 15 millimeter below XY line. Now length of plan is marked like this, and from this end point we can draw the vertical line. To this vertical line we have the true length of the line 75 millimeters. So A dash as center, cut an arc on this vertical line with 75 millimeter length. We will get the true length. The true length line makes an angle theta, that will be the inclination of the line with a horizontal plane. Similarly, mark the length of front view here. Draw the vertical projector. To this vertical line we can cut an arc with the true length 75 millimeter. So A as center, cut an arc on this vertical line. The intersecting point will be B1. The inclination of this true length line will be phi, which is the inclination of line with the vertical plane. Length of front view is projected upward and rotated to get the intersecting point on this locus line, and we will get B dash. So A dash, B dash will be the elevation or front view.
We know B dash and B will be on the same vertical projector, similar to A dash and A on the same vertical in projector. So this point will be the point B. The problem is top view of 75 millimeter long line CD measures 50 millimeter. End C is in horizontal plane and 50 millimeter in front of vertical plane. End D is 15 millimeter in front of vertical plane and it is above horizontal plane. Draw projections of CD and find angles with horizontal plane and vertical plane. Here NC is in horizontal plane, so C dash will be on XY line and 50 millimeter in front of VP, so 50 millimeter below XY line. So point C dash and C are located. End D is 15 millimeter in front of VP. So locus of D and D1 will be 15 millimeter below XY line. We can draw a line, thin line, which is 15 millimeter below XY line. We can cut an arc to this locus line with length 50 millimeter. So the end point will be point D. We also have the true length 75 millimeter. So by cutting an arc 75 millimeter to this locus line, we will get D1. Now we know point D and D dash will be on the same vertical projector. So I am drawing the upward projector from D and from this true length line we will get the length of elevation. So for getting length of elevation, I am drawing a vertical projector from D1 and getting the length of elevation like this. So from this intersecting point you will get this length C dash to this point, that will be the length of front view. So I am rotating this length to get the point D dash. Joining C dash D dash we will get the elevation. You are also asked to find the angles with horizontal plane and vertical plane. We have the true length, so we can mark the true length on this locus line. We can draw, if we draw a locus line through D dash, we can intersect the true length on that line. Now we got the point D1 dash. This is true length line. This true length line makes angle theta with horizontal plane. Similarly, the true length line on the plan side makes an angle phi with a vertical plane. Okay, now I hope you can solve similar problems of lines. Thank you.